بسم الله الرحمن الرحيم. حميم. تنزيل الكتاب من الله العزيز الحكيم. إن في السماوات والأرض لآيات للمؤمنين وفي خلقكم وما يبث من دابة آيات لقوم يوقنون واختلاف الليل والنهار وما أنزل الله من السماء من رزق فأحيا به الأرض بعد موتها وتصريف الرياح آيات لقوم يعقلون. تلك آيات الله نتلوها عليك بالحق فبأي حديث بعد الله وآياته يؤمنون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1737 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 45-ാമത്തെ അധ്യായമായ സൂറത്തുൽ ജാസിയയിലെ 1 മുതൽ 6 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حميم. تنزيل الكتاب من الله العزيز الحكيم. إن في السماوات والأرض لآيات للمؤمنين وفي خلقكم وما يبث من دابة آيات لقوم يوقنون واختلاف الليل والنهار وما أنزل الله من السماء من رزق فأحيا به الأرض بعد موتها وتصريف الرياح آيات لقوم يعقلون. تلك آيات الله نتلوها عليك بالحق فبأي حديث بعد الله وآياته يؤمنون. صدق الله العلي العظيم. സൂറത്തുൽ ജാസിയയിലെ ആദ്യത്തെ 6 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഈ സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പൊതുവായ കാര്യങ്ങൾ, സൂറത്തിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള അതിൻ്റെ പേര്, അവതരണകാലം, അതിൻ്റെ പ്രതിപാദ്യ വിഷയങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പ്രതിപാദിക്കുകയുണ്ടായി. ഇതിനെ തുടർന്ന് സൂറത്തിൻ്റെ ആയാത്തുകളുടെ പഠനം നമ്മൾ ആരംഭിക്കുകയാണ്. 37 ആയത്തുകളാണ് ഈ സൂറത്തിൽ ആകെയുള്ളത്. അതിലെ ആദ്യത്തെ 6 ആയത്തുകളാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ മറ്റു പല സൂറത്തുകളെയും പോലെ ഈ സൂറത്തും തുടങ്ങുന്നത് 2 മുഖത്താഴത്തായ അക്ഷരങ്ങൾ കൊണ്ടാണ്. ഹാഉം മീമുമാണ് തുടക്കത്തിൽ ഇവിടെയുള്ള 2 അക്ഷരങ്ങൾ. ദൈർഘ്യത്തോടു കൂടി പാരായണം ചെയ്യുന്ന, അതിൻ്റെ താളാത്മകമായ, അതിൻ്റെ ഒരു റിഥം പ്രത്യേകമായി കേൾപ്പിക്കപ്പെടുന്ന വിധത്തിലാണ് ഈ അക്ഷരങ്ങളുടെ പാരായണം. ഞാനതിൽ ഒരു നൈപുണ്യമുള്ള ഒരാളല്ല, അതുകൊണ്ട് ഞാൻ അതിനെ ശ്രമിക്കാതിരിക്കുന്നത്. അപ്പോ പാരായണത്തിന് എൻ്റെ പാരായണ രീതി ആരും മാതൃകയാക്കേണ്ടതുമില്ല. അപ്പോൾ ഇത് 2 അക്ഷരങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഇതുപോലെയുള്ള മുഖത്താഴത്തുകളെ കുറിച്ച് പൊതുവായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയും ഒന്ന് മനസ്സിൽ കൊണ്ടുവരുന്നത് നല്ലതാണ്.
മിക്കയിടങ്ങളിലും സൂറത്തുകളുടെ തുടക്കത്തിലുള്ള ഈ അക്ഷരങ്ങൾ, അതിനെ തുടർന്ന് വിശുദ്ധ ഖുർആനെ കുറിച്ച് തന്നെയുള്ള ഒരു പരാമർശമാണ് നമുക്ക് കാണാൻ സാധിക്കുക. അത് ഈ രണ്ട് അക്ഷരങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു വിശുദ്ധ ഖുർആനെ കുറിച്ച് ചില കാര്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത് പോലെയുള്ള ഒരു സ്വഭാവം അതിന് കാണാം. അതേപോലെ ഈ സൂറത്തിന്റെ പാരായണത്തിന്റെ താളവും അതിന്റെ സ്വരവും ഒക്കെ നിർണയിക്കുന്ന ഒരു ടോൺ സെറ്റ് ചെയ്യുന്ന ഒരു ധർമ്മം ഈ അക്ഷരങ്ങൾ നിർവഹിക്കുന്ന പോലെ അനുഭവപ്പെടാം. വേറെയും നമുക്ക് ഇതിനകം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ചില തലങ്ങളും ഈ അക്ഷരങ്ങളുടെ, ഈ തുടക്കത്തിലുള്ള ഈ അക്ഷരങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടാവാം. അള്ളാഹു ആലം. അപ്പൊ ഈ രണ്ട് അക്ഷരങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു വിശുദ്ധ ഖുർആനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പറയുന്ന ഒരു കാര്യം ഇതാണ് രണ്ടാമത്തെ ആയത്തിൽ. ഈ രണ്ടായത്തുകളും ചേർന്ന് വരുമ്പോൾ തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹക്കീം എന്ന ഈ രണ്ടാമത്തെ ആയത്തും തുടക്കത്തിലെ ഹും മീമും, ഈ രണ്ട് മുഖത്താഴത്തായ അക്ഷരങ്ങളും ഈ സൂറത്തിന്റെ ഒരു അതിന്റെ ഒരു ആമുഖം എന്ന നിലക്ക്, അല്ലെങ്കിൽ ആ സൂറത്തിനെ പരിചയപ്പെടുത്തുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന നിലക്ക് ഇതിനെ നമുക്ക് കാണാവുന്നതാണ്. ഇതിന്റെ ആശയപരമായിട്ട് ഈ സൂറത്തിന്റെ പ്രതിപാദ്യത്തിന് തുടക്കമിടുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അതിനെ നമുക്ക് നോക്കിക്കാണാം. അപ്പൊ ഈ രണ്ട് അക്ഷരങ്ങളെ, ഹാവും മീമും, ഈ രണ്ട് അക്ഷരങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു നടത്തുന്ന ഒരു പ്രസ്താവന രണ്ടാമത്തെ ആയത്തിൽ ഇങ്ങനെയാണ്: തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹക്കീം. അസീസും ഹക്കീമുമായ അള്ളാഹുവിൽ നിന്നുള്ള അവതരണമാണ് ഈ ഗ്രന്ഥം. ഇതില് ഹാദ എന്ന ഒരു കാര്യം തുടക്കത്തില് ചേർത്ത് വായിക്കുന്നത് ആശയപരമായി ഒരു പൂർണ്ണത ലഭിക്കുന്നതിന് ഉപകരിക്കും. വിശുദ്ധ ഖുർആന്റെ ഒരു ശൈലി അങ്ങനെയാണ്. അതിന്റെ അട്ടറൻസസ് പലതും പൂർണ്ണത വ്യാകരണപരമായിട്ടോ ഭാഷാപരമായിട്ടോ പൂർണ്ണത നൽകപ്പെട്ടിട്ടുണ്ടാവില്ല. അത് വായനക്കാരൻ അതിനോട് ചേർത്ത് ഉൾക്കൊണ്ട് വായിക്കുന്ന ഒരു രീതിയാണ് പ്രതീക്ഷിക്കപ്പെടുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുക. അപ്പോ തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹക്കീം. അസീസും ഹക്കീമും അജയ്യനും യുക്തിജ്ഞനുമായ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള അവതരണമാണ് ഈ വേദഗ്രന്ഥം. അങ്ങനെയാണ് ഈ ആയത്ത് നൽകുന്ന അർത്ഥസൂചന. വളരെ വ്യക്തതയോടുകൂടി ഒരു കാര്യം ഇവിടെ വെളിപ്പെടുത്തപ്പെടുന്നത്, ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് നിങ്ങളെ കേൾപ്പിക്കുന്നതെങ്കിലും അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നിലക്ക് രൂപകൽപ്പന ചെയ്ത് നിങ്ങളെ കേൾപ്പിക്കുന്ന സംഗതിയല്ല. ഇത് അടിസ്ഥാനപരമായി തൻസീലും മിനല്ലാഹ് ആണ്, അള്ളാഹുവിൽ നിന്നുള്ള ഒരു അവതരണമാണ്. പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു അവതരിപ്പിക്കുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ സംഗതികളാണ് ഈ കേൾപ്പിക്കപ്പെടുന്ന ആയാത്തുകൾ, ഈ കിതാബ് അങ്ങനെയാണ് എന്നാണ് പറയുന്നത്. വളരെ ഓഥന്റിക്കായി, വളരെ ആധികാരികതയോടുകൂടി ഈ ഗ്രന്ഥത്തിന്റെ, ഈ ദൈവിക ഗ്രന്ഥത്തിന്റെ ഈ വെളിപ്പാടുകളുടെ ഓതർഷിപ്പ്, അതിന്റെ രചയിതാവ് ആരാണ് എന്നത് ഈ ആയത്ത് വ്യക്തമാക്കുന്നുണ്ട്. ഇത് അവതരിച്ചുകൊണ്ടിരുന്ന ഘട്ടത്തില് ഈ ഒരു പ്രസ്താവനക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു എന്നത് നമുക്ക് ചരിത്രപരമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരാമർശിച്ചുകൊണ്ട് ഈ ഖുർആന്റെ അവതരണം അല്ലെങ്കിൽ കേൾപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആയാത്തുകളുടെ പശ്ചാത്തലത്തില് പല വിധത്തിലുള്ള ആക്ഷേപങ്ങളും ആദ്യ തലമുറ, ആ സമൂഹം, വിശുദ്ധ ഖുർആൻ കേൾക്കാനിടയായ ആദ്യ സമൂഹം, ആദ്യ തലമുറ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പല പ്രതികരണങ്ങളും നമ്മൾ വിശുദ്ധ ഖുർആന്റെ പിന്നിട്ട സൂറത്തുകളിലായിട്ട് ഇത് സംബന്ധമായിട്ട് കാണുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരോ പഠിപ്പിക്കുന്നതാണിത്, പഠിപ്പിക്കപ്പെട്ട ഒരു ഭ്രാന്തനാണ് അദ്ദേഹം, ഇത് കാവ്യ വചനങ്ങളാണ്,
അതുപോലെ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സ്വന്തമായി ഉണ്ടാക്കി കേൾപ്പിക്കുന്നതാണ്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല ആക്ഷേപങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായ പ്രകടനങ്ങളോ അതുപോലെ വിമർശനങ്ങളും ഒക്കെ ഉന്നയിക്കപ്പെട്ടിരുന്നു. ആ സംഗതികൾ ഒക്കെ അടിസ്ഥാനരഹിതമായതാണ് എന്നാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. ഇത് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ ആരുടെയെങ്കിലും സഹായത്താലോ സ്വന്തം നിലക്കോ ഒന്നും കേൾപ്പിക്കുന്ന സംഗതിയല്ല. ഇത് ദൈവികമായി അവതരിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥമാണ്. തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹക്കീം. ഇത് ചെയ്യുന്നതിന് എല്ലാ നിലക്കും യോഗ്യനാണ് അള്ളാഹു. അള്ളാഹുവിന് അത് സാധിക്കും. അവന് അസീസാണ്. ഇതുപോലെയുള്ള വിസ്മയങ്ങളെ നിങ്ങളെ കേൾപ്പിക്കാൻ അവന് യാതൊരു പ്രയാസവുമില്ല. അതിനെ വെല്ലുവിളിക്കാനോ തോൽപ്പിക്കാനോ അതിന്റെ ആശയത്തെ എന്തെങ്കിലും നിലക്ക് പരിമിതപ്പെടുത്തി കാണിക്കാനോ ഒന്നും ആർക്കും സാധ്യമല്ല. അത്രയും അജയ്യതയും പൂർണ്ണതയും ഒക്കെ ഈ കൽപ്പിക്കപ്പെടുന്ന ആയാത്തുകൾക്കുണ്ട്. അതുപോലെ അവൻ ഹക്കീമുമാണ്. അവൻ തികഞ്ഞ യുക്തിജ്ഞനാണ്. കാര്യങ്ങളെ സ്വദ്ദേശ്യപരമായി ലക്ഷ്യമിട്ടുകൊണ്ട് കേൾപ്പിക്കുന്നതിൽ അവന് ദൈവികമായ ചില പദ്ധതികളുണ്ട്. വെറുതെ കേൾപ്പിക്കുകയല്ല, ഉദ്ദേശപൂർവമാണ്. അതിന് ലക്ഷ്യങ്ങളുണ്ട്. അത് യുക്തിഭദ്രമായ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അവൻ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ അജയ്യനായ യുക്തിജ്ഞനായ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള അവതരണമാണ് ഈ വേദഗ്രന്ഥം എന്ന് പ്രസ്താവിക്കുകയാണ് ഇവിടെ. കാര്യങ്ങളെ അത്രയും ഒരു നേർക്കുനേരെയായി വ്യക്തതയോടുകൂടി സകലവിധ സംശയങ്ങളും അവ്യക്തതകളും ഇത് സംബന്ധമായിട്ട് നിലനിൽക്കുന്നതിനെ ഇല്ലാതാക്കിക്കൊണ്ട് അതിനെ നീക്കിക്കളയുന്ന വിധത്തിൽ കാര്യം തുറന്നു പറയുകയാണ് ഈ രണ്ടക്ഷരങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ അക്ഷരങ്ങൾ ഹാഉം മീമും പോലെയുള്ള അക്ഷരങ്ങളൊക്കെ നിങ്ങൾക്ക് സുപരിചിതമാണ്. ഇതുപോലെയുള്ള അക്ഷരങ്ങൾ അല്ലെങ്കിൽ ശബ്ദങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങൾ സംസാരിക്കുന്നതും നിങ്ങളുടെ സാഹിത്യരചന നിർവഹിക്കുന്നതും ഒക്കെ തന്നെ. ഈ അക്ഷരങ്ങള് പക്ഷെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന വചനങ്ങൾ ഒരിക്കലും തന്നെ അത്തരം വചനങ്ങൾ പോലെയുള്ളത് ഇത്തരം അക്ഷരങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യാൻ സാധിക്കുകയില്ല. ആ വിധത്തിൽ അജയ്യതയുള്ളതാണ് ഈ വാക്യങ്ങൾ. ഇത് പ്രപഞ്ചനാഥനായ അള്ളാഹുവിനല്ലാതെ അജയ്യനായ അസീസായ ഹക്കീമായ അള്ളാഹുവിന് അല്ലാതെ മറ്റൊരാൾക്കും അവതരിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ളതല്ല. അതിനുള്ള സാക്ഷ്യം തന്നെയാണ് ഈ രണ്ടക്ഷരങ്ങൾ. ഇതുപോലെയുള്ള അക്ഷരങ്ങൾ നിങ്ങൾ നിത്യജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. സംസാരത്തിലും എഴുത്തിലും ഒക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇതുപോലെയുള്ള ശബ്ദങ്ങൾ. പക്ഷെ അവ കൊണ്ട് നിങ്ങൾക്ക് ഈ ദൈവിക വചനങ്ങൾ പോലെയുള്ള വചനങ്ങൾ അതിന്റെ ആഴവും വ്യാപ്തിയും ഗാംഭീര്യവും ആശയപരമായ പൂർണ്ണതയും ഒക്കെയുള്ള വാക്യങ്ങൾ രൂപകൽപ്പന ചെയ്യുക എന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധിക്കുന്ന ഒരു കാര്യമല്ല. ഈ ഒരു ആശയം ഈ പ്രസ്താവനയിൽ ഉൾച്ചേർക്കപ്പെട്ടതായിട്ട് നമുക്ക് അതിനെ മനനം ചെയ്യുമ്പോൾ ബോധ്യപ്പെടും. ഇങ്ങനെ ഒരു പ്രസ്താവനയുടെ സാങ്കത്യം എന്താണ്, അതിന്റെ പ്രാധാന്യം എന്താണ്, അതിന്റെ റെലവൻസ് എന്താണ് എന്ന് നമ്മൾ ആലോചിക്കുമല്ലോ. അങ്ങനെയുള്ള ആലോചന ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിൽ സ്വയം രൂപപ്പെട്ടു വരുന്ന ചില വിശദീകരണങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചിട്ടുള്ളത്. ഇന്ന ഫി സമാവാതി വൽ അർദി ലആയാതിൻ ലിൽ മുഅ്മിനീൻ. തുടർന്ന് അല്ലാഹു അഭിസംബോധിതരായ ആ സമൂഹം തേടിക്കൊണ്ടിരുന്ന ചില ഉത്തരങ്ങളുണ്ട്. അള്ളാഹുവിന്റെ ഏകത്വത്തെ ബോധ്യപ്പെടാൻ. അതാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയാത്തുകൾ അവരെ കേൾപ്പിച്ചുകൊണ്ട് അവർക്കിടയിൽ വളരെ പ്രാധാന്യപൂർവ്വം അവതരിപ്പിച്ചിരിക്കുന്ന വിഷയം അള്ളാഹുവിന്റെ ഏകത്വമാണല്ലോ. അതിൽ സന്ദേഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുന്നതിന്
ഏറെ പ്രയോജനം ചെയ്യുന്ന ഒരു സംഗതിയാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഇന്ന ഫിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുമായിട്ടുണ്ട് ആയാത്തിൻ, കൃത്യമായ ഉപകാരപ്രദമായ സൂചനകൾ, ദൃഷ്ടാന്തങ്ങൾ, ലിൽ മുഅ്മിനീൻ, വിശ്വസിക്കാൻ സന്നദ്ധതയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം. വിശ്വാസ പ്രക്രിയയിലേക്ക് കടന്നു വരുന്നവർക്കാണ് കാര്യങ്ങൾ ബോധ്യപ്പെടുന്നതിന്, കാര്യങ്ങളിൽ ഒരു ദാർഢ്യത ലഭിക്കുന്നതിന് ആവശ്യമായ ചില യുക്തിപരമായ അടിത്തറകളും പിൻബലങ്ങളും ഒക്കെ ആവശ്യമായിട്ടുള്ളത്. അത്തരം ആളുകൾക്ക്, മുഅ്മിനുകൾ, ഈമാൻ ഒരു പരിഗണനയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രയോജനകരമാവുന്നതാണ് ഈ ആകാശങ്ങളിലും ഭൂമിയിലുമായുള്ള ആയാത്തുകളൊക്കെയും തന്നെ. അവിടെ ധാരാളം സൂചനകൾ നൽകുന്ന പ്രതിഭാസങ്ങൾ ആകാശങ്ങളിലും ഭൂമിയിലുമായിട്ടുണ്ട്. അതിനെക്കുറിച്ച് മനനം ചെയ്യുന്ന, ചിന്തിക്കാൻ സന്നദ്ധരാകുന്ന ആർക്കും തന്നെ അതിന്റെ പുറകിലുള്ള വളരെ സമഗ്രമായി കാര്യങ്ങളെ രൂപകൽപ്പന ചെയ്യുന്ന ഒരു സ്രഷ്ടാവിന്റെ സാന്നിധ്യം വായിച്ചെടുക്കാൻ സാധിക്കും. ഇതൊന്നും ആകസ്മികമായി താനെ അങ്ങുണ്ടായതല്ല. കൃത്യമായ ആസൂത്രണം, കൃത്യമായ സമഗ്രമായ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു രൂപകൽപ്പന ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്നത് ബോധ്യപ്പെടുത്തുന്ന വിധത്തിലുള്ളതാണ് ഈ ആകാശങ്ങളിലും ഭൂമിയിലുമായി കാണപ്പെടുന്ന സകല പ്രതിഭാസങ്ങളും. അപ്പോ അള്ളാഹുവിന്റെ ഏകത്വത്തെ, അള്ളാഹുവിന്റെ അസ്തിത്വത്തെ ബോധ്യപ്പെടുത്തി തരുന്ന വിധത്തിൽ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന ഏത് പ്രതിഭാസവും, അത് ചെറുതും വലുതും പ്രാധാന്യമുള്ളതോ പ്രാധാന്യം കുറഞ്ഞതോ ഒക്കെ ആയിട്ട് നമുക്ക് തോന്നുന്നതുമായ എന്തും, അതിലൊക്കെയും തന്നെ നമുക്ക് ദൈവിക സാന്നിധ്യം വിളിച്ചോതുന്ന പലതും കാണാൻ കഴിയും. ഒരിക്കലും തന്നെ ഈ സംഗതികൾ ആകസ്മികമായിട്ട് അല്ലെങ്കിൽ ഒരു ആസൂത്രണമില്ലാതെ താനെ അങ്ങുണ്ടായതാണ് എന്ന് സങ്കല്പിക്കാൻ പറ്റുന്ന വിധത്തിലുള്ളതല്ല ഒന്നും തന്നെ. കാരണം കാര്യങ്ങൾ തമ്മിലുള്ള വല്ലാത്തൊരു സ്വരച്ചേർച്ചയുണ്ടല്ലോ. നമ്മള് ഇപ്പം ഒരു ചെടി വളർന്ന് വലിയ ഒരു വൃക്ഷമായി മാറിയതിനു ശേഷം നമ്മളുടെ ഒരു പ്രോഡക്റ്റ് പോലെയുള്ള ഒരു പരിണിതിയല്ല അതിനെ നമുക്ക് കാണാൻ കഴിയും. അത് മണ്ണില് അതിന്റെ കാലം കഴിഞ്ഞ് അതിന്റെ ധർമ്മം നിർവഹിക്കപ്പെട്ടതിന് ശേഷം അത് നശിച്ചു പോകുന്നു, ഭൂമിയിൽ പൂർണ്ണമായിട്ട് അത് അലിഞ്ഞു ചേരുന്നു. അത് മണ്ണിന്റെ അല്ലെങ്കിൽ പ്രകൃതിയുടെ ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് അങ്ങ് ചേർന്ന് അത് രൂപം മാറുന്നു എന്നത് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ഇത് ആ വിധത്തില് ഈ മണ്ണിൽ നിന്ന് വളർന്നുണ്ടായ ഒരു ചെടി അല്ലെങ്കിൽ ഒരു വൃക്ഷം എന്നത് അതിന്റെ ഒരു ധർമ്മം നിർവഹിച്ചതിന് ശേഷം പിന്നെ പൂർണ്ണമായി മണ്ണിന്റെ ഭാഗമായി മാറുന്ന ആ പ്രക്രിയ, അത് താനെ അങ്ങനെ ഉണ്ടായിപ്പോയതാണ് എന്ന് സങ്കല്പിക്കുന്നത് എത്ര മൂഢമാണ് എന്ന് ആലോചിച്ചു. അത് കൃത്യമായ ഒരു ലക്ഷ്യത്തോടു കൂടി രൂപകൽപ്പന ചെയ്യപ്പെട്ടതാണ് എന്നത് അത് മുള പൊട്ടുന്നത് മുതൽ തന്നെ നമുക്ക് ബോധ്യപ്പെടുകയാണ്. ഒരു വിത്ത് മണ്ണില് അതിനനുകൂലമായ സാഹചര്യം ലഭിക്കുന്നതോടുകൂടി മുള പൊട്ടി ഒരു ചെടിയായി രൂപപ്പെട്ട അതിന്റെ നാമ്പുകൾ പ്രത്യക്ഷപ്പെട്ട് ശിഖരങ്ങൾ ഉണ്ടായി വളർന്ന് വലുതായി അത് പ്രത്യക്ഷപ്പെടുകയും പുഷ്പിക്കുകയും അത് കായ്ക്കനികൾ നൽകുകയൊക്കെ ചെയ്ത് അതിന്റെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തിട്ട് പൂർണ്ണമായിട്ട് ഈ മണ്ണിൽ ലയിച്ചു ചേരുന്ന ഒരു കാഴ്ച നമ്മൾ കാണുമ്പോൾ അത് എത്ര കൃത്യമായി പെർഫെക്റ്റ് ആയിട്ട് ആസൂത്രണം ചെയ്യപ്പെട്ടതാണ് എന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ടും ബോധ്യപ്പെടും. ഒരു ആസൂത്രണവും ഇല്ലാതെ ഈ പെർഫെക്ഷനോട് കൂടി, പൂർണ്ണതയോട് കൂടി അങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ടാകുമെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. ഏറ്റവും തെളിമയുള്ള വിധത്തിലുള്ള ഒരു ആലോചന അത് സംബന്ധമായിട്ട് നമ്മളുടെ മനസ്സിൽ വരിക, അത് കൃത്യമായിട്ട് ആസൂത്രണം ചെയ്യപ്പെട്ടതാണ് എന്നതാണ്. അതിൽ പരിമിതമല്ല. അത് ഉൽപ്പാദിപ്പിക്കുന്ന ഇലകളും അതിന്റെ കായ് അല്ലെങ്കിൽ ഫലം ഒക്കെയും അതുപോലെ അതിന്റെ ബാക്കി സംഗതികളൊക്കെ തന്നെ അവശിഷ്ടങ്ങളായി വരുന്ന പല സംഗതികളൊക്കെ തന്നെ
ഈ സംവിധാനത്തിൽ പൂർണ്ണമായിട്ടും പല പേർപ്പസിനും വേണ്ടി വിനിയോഗിക്കപ്പെടുന്നതാണ്. അത് പലരുടെയും ആവശ്യങ്ങൾ നിർവഹിക്കുന്ന വിധത്തിലാണ് അതിന്റെ രൂപകൽപ്പന. എല്ലാം ഒന്നും മനുഷ്യൻ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. പ്രകൃതിയിലെ പല ആവശ്യങ്ങളും അത് നിർവഹിച്ചിട്ടാണ് അത് പൂർണ്ണമായിട്ടും മണ്ണിൽ അലിഞ്ഞു ചേരുന്നത്. ആ മണ്ണിൽ അലിയുന്ന പ്രക്രിയയിൽ പോലും ഇവിടെ ആ ഒരു ചെടി അതിൻ്റെതായ ഒരു ദൗത്യം നിർവഹിക്കുന്നുണ്ട്. അതിന്റെ ലൈഫ് സൈക്കിളിൽ ഒരു പക്ഷേ ഇനി മുളച്ചുണ്ടാവാനുള്ള പല ചെടികൾക്കുമുള്ള വളക്കൂട്ടായിട്ട് അത് മാറുന്നുണ്ട്. ഇങ്ങനെ പൂർണ്ണമായിട്ട് അത് ഒരു ഒരു ഇംപെർഫെക്റ്റ് എന്ന് പറയാവുന്ന വിധത്തിൽ എന്തെങ്കിലും ന്യൂനത നമുക്കിതിലൊന്നും കണ്ടെത്താൻ പറ്റില്ല. ഇതൊക്കെ വളരെ തികവോടുകൂടി വളരെ സമഗ്രമായി വളരെ പെർഫെക്റ്റ് ആയിട്ട് ആസൂത്രണം ചെയ്യപ്പെട്ടതാണ് എന്നത് വെറും ഒരു ചെടിയുടെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രകൃതിയിലെ ബാക്കി കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായി നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ഏത് ഹൃദയത്തെ അടച്ചുപൂട്ടി വെച്ച ആൾക്ക് പോലും അവരില് അത്തരം ഒരു നിലപാടെടുക്കുന്നവർക്ക് പോലും അതിനെക്കുറിച്ച് ചിന്ത ഉണ്ടാവുന്നു, കാര്യങ്ങൾ ബോധ്യപ്പെടാനുള്ള സൂചനകൾ അതിൽ കണ്ടെത്താൻ കഴിയുന്നു എന്നതാണ് ഇത് സംബന്ധമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം. അപ്പൊ ഈ തൻസീലുൽ കിതാബിനെ അത് ദൈവികമായി അസീസും ഹക്കീമുമായ അള്ളാഹുവിൽ നിന്നുള്ള അവതരണമാണ് ഈ വേദഗ്രന്ഥം എന്ന് പ്രസ്താവിച്ചതിന് ശേഷം ഇക്കാര്യം ഇതില് വേദഗ്രന്ഥത്തിൽ വിശ്വാസമുള്ളവരാകല് ഇതിലൊരു ആവശ്യമാണ്. വേദഗ്രന്ഥം അവതരിപ്പിച്ച അസീസും ഹക്കീമുമായ അള്ളാഹുവിനെ ബോധ്യപ്പെടുക എന്നുള്ളൊരു സംഗതിയും വേണ്ടതുണ്ട്. അതിന് ഏറ്റവും ഏറെ സഹായകമായ ഒരു കാര്യമാണ് അള്ളാഹു ആകാശങ്ങളിലും ഭൂമിയിലുമായുള്ള ഈ ആയാത്തുകളെ ഉയർത്തി കാണിക്കുന്നത്. വിശ്വസിക്കാനുള്ള സന്നദ്ധതയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ മതിയായ ആയാത്തുകളാണ്, മതിയായ തെളിവുകളാണ്, അല്ലെങ്കിൽ ദൃഷ്ടാന്തങ്ങളാണ്. ആയത്ത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. വലിയ വ്യാപ്തിയും ആഴവും ഒക്കെയുള്ള ഒരു ദൈവിക പ്രതിഭാസമാണ് ഒരു ആയത്ത് എന്ന് പറയുന്നത്. നമ്മൾ അതിനെ എക്സ്പ്ലോർ ചെയ്യുന്നതിന് അനുസരിച്ച് അതിന്റെ ആഴവും വ്യാപ്തിയും ഒക്കെ അങ്ങനെ വർദ്ധിച്ചു വരുന്നത് കാണാൻ കഴിയും. നമ്മൾ കൂടുതലായിട്ട് അർത്ഥതലങ്ങൾ അതിൽ കണ്ടെത്താൻ സാധിക്കും. പ്രകൃതിയിലെ ഓരോ പ്രതിഭാസവും അള്ളാഹുവിന്റെ അസ്തിത്വത്തെ നമുക്ക് അതിന്റെ വളരെ കൂടിയ അളവിലുള്ള വ്യാപ്തിയിലും ആഴത്തിലും ഒക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്ന, ആവർത്തിച്ച് മനനം ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥതലങ്ങൾ കൂടുതലായിട്ട് ബോധ്യപ്പെടുത്തി തരുന്ന പ്രതിഭാസങ്ങളാണ്. ഈ പ്രതിഭാസങ്ങളൊക്കെയും തന്നെ വിശ്വസിക്കാൻ സന്നദ്ധതയുള്ള ആളുകൾ, മുഅ്മിനാവാൻ സന്നദ്ധതയുള്ള ആളുകൾക്കാണ് പ്രയോജനം ചെയ്യുക. അത്തരം ആളുകൾ ചിലര് കാര്യങ്ങളെ നോക്കിക്കാണാനോ വേണ്ട വിധത്തിൽ ശ്രമിച്ച് ഉൾക്കൊള്ളാനോ ഒന്നും സന്നദ്ധരാവില്ല. പൂർണ്ണമായി അതിന് വിമുഖത കാണിക്കുന്നവരായിരിക്കും. അത്തരം ആളുകൾക്ക് അത് പ്രയോജനം ചെയ്യുകയില്ല. കാര്യങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ സന്നദ്ധതയുള്ള, അമ്ന് തേടുന്ന, ഈമാനിലൂടെ മനഃശാന്തി തേടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെയും തന്നെ, ഈ ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതൊക്കെയും തന്നെ വളരെ ഗംഭീരങ്ങളായ ദൃഷ്ടാന്തങ്ങളായിട്ട് അവർക്ക് ബോധ്യപ്പെടും. വഫീ ഖൽഖിക്കും, അതുപോലെ നിങ്ങളുടെ സൃഷ്ടിപ്പിലും ഉണ്ട്. നിങ്ങളുടെ സൃഷ്ടിപ്പ്, ഖൽഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രൂപഘടന, നിങ്ങളെ സൃഷ്ടിച്ച രീതി, നിങ്ങളുടെ അസ്തിത്വം അല്ലെങ്കിൽ സ്വത്വം എന്ന് പറയുന്ന സംഗതി, നിങ്ങളുടെ പ്രകൃതം, നിങ്ങളുടെ ഒരു സ്പീഷീസ് എന്നുള്ള നിലക്കുള്ള വളരെ വൈവിധ്യമുള്ള പ്രകൃതം അല്ലെങ്കിൽ തലങ്ങൾ, ഇതൊക്കെയും തന്നെ അതിലും നിങ്ങൾക്ക് കൃത്യമായ ദൈവിക ദൃഷ്ടാന്തം അടങ്ങിയിട്ടുണ്ട്. വിശ്വസിക്കാനുള്ള സന്നദ്ധതയുള്ളവർക്കാണ് അത് പ്രയോജനം ചെയ്യുക. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ വേറെ പലയിടത്തും ഇത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സനുരീഹിം ആയാത്തിന ഫിൽ ആഫാഖി വഫി അൻഫുസിഹിം എന്നൊരിടത്ത് പറയുന്നത് കാണാം. അപ്പൊ നിങ്ങളുടെ അംഫുസില്, നിങ്ങളുടെ സൃഷ്ടിപ്പില്, നിങ്ങളുടെ സ്വത്വം എന്ന സംഗതിയിൽ അതിലും ഉണ്ട് വേണ്ട വിധത്തിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സഹായിക്കുന്ന ദൈവിക പ്രതിഭാസങ്ങളായ
ആയാത്തുകൾ, വഫി ഖൽഖിക്കും, നിങ്ങളുടെ സൃഷ്ടിപ്പിൽ. അതുപോലെ വമാ യബുസ്സു മിൻ ദാബത്തിൻ, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോവാതിരിക്കുകയാണ്. മനുഷ്യന്റെ സൃഷ്ടിപ്പില്, ശരീരഘടനയില്, അവന്റെ ഓരോ കോശത്തിന്റെ കാര്യത്തിൽ പോലും, അവന്റെ ജീന് തുടങ്ങിയ സംഗതികളിൽ, ഇതിലൊക്കെ തന്നെ അവന്റെ ശരീരത്തിന്റെ വ്യത്യസ്തങ്ങളായ സിസ്റ്റംസ് ഉണ്ടല്ലോ. അതിന്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, അങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് സംഗതികൾ ഉണ്ടല്ലോ. ഈ സംഗതികളിലൊക്കെയും തന്നെ സമഗ്രമായ ഒരു ആസൂത്രണം നിർവഹിച്ച ഏകനായൊരു സ്രഷ്ടാവിനെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ദൃഷ്ടാന്തങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അത് സൂക്ഷ്മമായിട്ട് നമ്മൾ ഓരോ സംഗതിയും പരിശോധിക്കുമ്പോൾ അതിന്റെ വിസ്മയം, അതിന്റെ വ്യാപ്തി ഒക്കെ വർദ്ധിക്കുന്നതായിട്ടേ നമുക്ക് അനുഭവപ്പെടുകയുള്ളൂ. വമാ യബുസ്സു മിൻ ദാബത്തിൻ, അതുപോലെ അള്ളാഹു സൂചിപ്പിക്കുന്ന ഒരു സംഗതി, അവൻ അങ്ങനെ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജീവജാലങ്ങൾ, പ്രപഞ്ചത്തിന്റെ നമുക്ക് നമ്മുടെ ശ്രദ്ധയും അതുപോലെ തന്നെ പരിഗണനയും ഒക്കെ എത്തിയിട്ടുള്ള മേഖലകളിലൊക്കെ പല വിധത്തിലുള്ള സൃഷ്ടിജാലങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. ഇവ വംശവർദ്ധനവുണ്ടാവുന്നു, പലയിടങ്ങളിലേക്കുമായിട്ട് വ്യാപിക്കുന്നു. അവയ്ക്ക് നിശ്ചയിക്കപ്പെട്ട ധർമ്മം നിർവഹിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കുന്നു, നിലകൊള്ളുന്നു, ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമായി വീണ്ടും അലിഞ്ഞു ചേരുന്നു, തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ താനെ ആകസ്മികമായി ഉണ്ടായി എന്ന് സങ്കല്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ അബദ്ധം. ഇതില് വളരെ സമഗ്രമായ ഒരു ആസൂത്രണം അടങ്ങിയിട്ടുണ്ട് എന്നത് വായിച്ചെടുക്കാൻ യഥാർത്ഥത്തില് വളരെ സുതാര്യതയോടുകൂടിയോ അല്ലെങ്കിൽ വളരെ നേർക്ക് നേരെയോ ആലോചിക്കാൻ സന്നദ്ധതയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. വഫി ഖൽഖിക്കും, അതുപോലെ വമാ യബുസ്സു മിൻ ദാബത്തിൻ, നിങ്ങളുടെ സൃഷ്ടിപ്പിലും അതുപോലെ അള്ളാഹു വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവന്റെ സൃഷ്ടിജാലങ്ങളുടെ കാര്യത്തിലും, ഇതിലൊക്കെയും തന്നെ നമുക്ക് വലിയ സൂചനകൾ അടങ്ങിയിട്ടുണ്ട്. അതില് ആയാത്തുൻ ലിഖൗമിൻ യൂഖിനൂൻ, ദൃഢബോധ്യം തേടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതില് കൃത്യമായ ആയാത്തുകൾ അടങ്ങിയിട്ടുണ്ട്. യഖീൻ എന്ന വാക്കുന്നാണ് യൂഖിനൂൻ എന്ന ഈ വാക്ക് വരുന്നത്. യഖീൻ എന്ന ദൃഢബോധ്യമാണ്. നേരത്തെ സൂചിപ്പിക്കപ്പെട്ടത് ഈമാനാണ്. ഇവിടെ ദൃഢബോധ്യം എന്നർത്ഥം നൽകുന്ന യഖീനാണ്. അപ്പൊ യഖീൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന, ദൃഢബോധ്യം ആഗ്രഹിച്ച് അതിന് ഉള്ള ഒരു സായുജ്യം, അതിനുള്ള ഒരു തൃപ്തി അടയൽ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളിൽ, നിങ്ങളുടെ തന്നെ സൃഷ്ടിപ്പിലും അള്ളാഹു ഭൂമുഖത്തായിട്ട് വ്യാപിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ജീവജാലങ്ങളിലും ഒക്കെ തന്നെ വലിയ സൂചനകൾ അടങ്ങിയിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾ കാണാൻ സാധിക്കും. ലിഖൗമി യൂഖിനൂൻ, ആർക്കു വേണ്ടിയാണ് അള്ളാഹു ഇവ രൂപകൽപ്പന ചെയ്തു വെച്ചിട്ടുള്ളത്? ലിഖൗമിൻ യൂഖിനൂൻ, ദൃഢബോധ്യം തേടുന്ന ആളുകൾക്കാണ്. കാര്യങ്ങളിൽ ഒരു ദാർഢ്യത കൈവരിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് സംഗതികളെ നിരീക്ഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സൃഷ്ടിപ്പില്, അതിന്റെ വിവിധ തലങ്ങളിൽ, അതുപോലെ ഭൂമുഖത്താകെയായി അള്ളാഹു വ്യാപിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ജീവജാലങ്ങൾ, അവയിൽ ഒക്കെ തന്നെ വലിയ ആയാത്തുകൾ അടങ്ങിയിട്ടുണ്ട്. വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, അതുപോലെ ദൈവിക ദൃഷ്ടാന്തങ്ങൾ അടങ്ങിയിട്ടുള്ള മറ്റൊരു രംഗം, അത് രാവിന്റെയും പകലിന്റെയും ആ റൊട്ടേഷനാണ്, ആ സൈക്കിളാണ്. രാവും പകലും മാറി മാറി സംഭവിക്കുന്നു എന്ന ആ പ്രതിഭാസം വളരെ വിസ്മയകരമായ, വളരെ അത്ഭുതകരമായ, നമ്മെ വല്ലാതെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു പ്രതിഭാസമാണ് രാവ്, അതുപോലെ പകലും. അപ്പൊ രാവ് ഇരുട്ടുള്ളതാണ്, പകല് വെളിച്ചമുള്ളതാണ്. രണ്ടും വ്യത്യസ്ത സ്വഭാവ ഗുണങ്ങളാണ്. അത് ഒരു സൈക്ലിക്കൽ പ്രോസസ്സിൽ അങ്ങനെ നിരന്തരമായി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. രാവിനെ തുടർന്ന് പകല്, പകലിനെ തുടർന്ന് രാവ്, ആ പ്രോസസ്സിൽ അത് ജീവജാലങ്ങളുടെ നിലനിൽപ്പുമായി വളരെയേറെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സംവിധാനമാണ്. അതിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് പോലും വലിയ സങ്കീർണതകൾ ഉണ്ടാകും. അപ്പോ വലിയ സങ്കീർണതകളും ഈ മാറ്റങ്ങൾ കാരണമായിട്ടുണ്ടാകുമെങ്കിലും നമ്മൾ രാവിനെ എല്ലാ കാലങ്ങളിലും
ഒരേ ദൈർഘ്യമുള്ളതോ ഒരേ പ്രത്യേകതയുള്ളതോ ആയിട്ടല്ല അനുഭവപ്പെടുന്നത് നമുക്ക്. പകലും അങ്ങനെ തന്നെ. ദൈർഘ്യം കുറഞ്ഞ രാവുണ്ട്, ദൈർഘ്യം കൂടിയ രാവുണ്ട്. രാവും പകലും ഏകദേശം ഒരേ ദൈർഘ്യമുള്ള അവസ്ഥയിലുണ്ട്. അതുപോലെ വ്യത്യസ്തങ്ങളായ ഒരേ ഭൂമുഖത്ത് ഒരേ പ്രപഞ്ചത്തില് ഈ രാവിലെ നടക്കുന്ന പ്രതിഭാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് പകലിൽ നടക്കുന്ന പ്രതിഭാസങ്ങൾ. സാധനങ്ങളും സംഗതികളും ഒക്കെ എല്ലാം രാവിലെ ഉള്ളതൊക്കെ ഇവിടെ പകലിലും ഉണ്ടാകും. പക്ഷെ രാവും പകലും വളരെ വ്യത്യസ്തമായ ഫംഗ്ഷനുകൾ നിർവഹിച്ചുകൊണ്ട് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിന്റെ ഈ ശാസ്ത്രീയ തലങ്ങളിലേക്കൊക്കെ ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് നമ്മുടെ കൗതുകവും വിസ്മയവും ഒക്കെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇതൊക്കെ യഖീന് തേടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എന്ന യാഥാർത്ഥ്യത്തെ ബോധ്യപ്പെടാൻ വേണ്ടി കൂടിയുള്ളതാണ് എന്നതാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. അതില് നിങ്ങൾക്ക് ആയാത്ത് അടങ്ങിയിട്ടുണ്ട്. വഖ്തിലാഫിൽ ലൈലി വന്നഹാർ. അതുപോലെ വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിർ റിസ്ഖിൻ. ആകാശത്തിൽ നിന്ന് അള്ളാഹു ഇറക്കിയിരിക്കുന്ന വിഭവങ്ങൾ, മുഖ്യമായിട്ടും വൃഷ്ടി, മഴ ആണ് ഉദ്ദേശിക്കുന്നത്. മഴയും മഴയിലൂടെ മനുഷ്യന് ലഭ്യമാകുന്ന റിസ്ഖ്, വിഭവങ്ങൾ. അപ്പൊ ആകാശത്ത് നിന്നായി അള്ളാഹു ഇറക്കിയിരിക്കുന്ന റിസ്ഖും അതും വലിയ കൗതുകമുണർത്തുന്ന ദൈവിക പ്രതിഭാസങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സംഗതിയാണ്. അത് അസംഖ്യം ജീവജാലങ്ങളുടെ നിലനിൽപ്പ് അതിനെ ആശ്രയിച്ചിട്ടുള്ളതാണ്. നമ്മൾ കാണുന്നുണ്ടത്. വേനൽക്കാലം പിന്നിടുമ്പോ നമ്മൾ പ്രതീക്ഷിച്ച സമയത്ത് മഴ എത്തിയില്ലെങ്കിൽ ജീവിതം എത്ര ദുരിതപൂർണമായി മാറുന്നു എന്നത് നമ്മൾ ഓരോ വർഷവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. ഇത് വളരെ യാദൃച്ഛികമായി ഒരു ആസൂത്രണവും ഇല്ലാതെ ഒരു പദ്ധതിയുടെയും ഭാഗമായിട്ടല്ലാതെ വളരെ നിർണിതമായ സംഗതികൾ നിർവഹിക്കുന്നതിന് വേണ്ടി രൂപകൽപ്പന ചെയ്യപ്പെട്ടതല്ലാത്ത രീതിയിലാണ് ഉള്ളതെങ്കിൽ നമ്മളിവിടെ സങ്കീർണതകളും പ്രശ്നങ്ങളും മാത്രമേ അനുഭവിക്കുകയുള്ളൂ. ഒന്നിനും പരിഹാരമായിട്ടാവില്ല അതുണ്ടാവുക. എല്ലാം സങ്കീർണമാക്കുന്ന ഒരു സംഗതിയായിട്ടാണ് ഉണ്ടാവുക. പക്ഷെ മനുഷ്യനും ജീവജാലങ്ങളും ഒക്കെ ഇവിടെ അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതം സാധ്യമാക്കുന്ന വിധത്തിലുള്ള ഒരു ആസൂത്രണം ഈ മഴ വർഷിക്കുന്നതിൽ അതിലൂടെ ലഭ്യമാക്കപ്പെടുന്ന വിഭവങ്ങളുടെ കാര്യത്തിലൊക്കെ ഉണ്ട്. ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹ. ഭൂമിയെ അതിന്റെ മൃതാവസ്ഥക്ക് ശേഷം ജീവനുള്ളതാക്കി മാറ്റുന്നു. ഇങ്ങനെ ആകാശത്തുനിന്ന് അവൻ വിഭവങ്ങൾ ഇറക്കിക്കൊണ്ട്. അതില് നിങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുന്ന ദൃഷ്ടാന്തം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തസ്രീഫിർ റിയാഹി, കാറ്റിനെ തിരിച്ചുവിടുന്ന ഒരു പ്രക്രിയ, കാറ്റിന്റെ കറക്കം, കാറ്റിന്റെ ഗതി നിർണയിക്കുന്ന പല ഫാക്ടേഴ്സും ഉണ്ടാവും. കടലിൽ നിന്ന് കരയിലേക്ക് അടിച്ചു വീശുന്ന കാറ്റ്, അതുപോലെ വ്യത്യസ്ത ദിശകളിൽ നിന്നുള്ള കാറ്റുകൾ. ഇതിൽ ഓരോന്നിനും വളരെ ഗംഭീരമായി ആസൂത്രണം ചെയ്യപ്പെട്ടിട്ടുള്ള ചില ധർമ്മങ്ങൾ നിർവഹിക്കാനുണ്ട് എന്നത് നമുക്ക് ശാസ്ത്രീയമായിട്ട് തന്നെ ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. കാറ്റ് വലിയൊരു റോൾ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. വളരെ നമുക്ക് നിസ്സാരമായിട്ട് തോന്നുന്നപ്പോ പരാഗണം പോലെയുള്ള സംഗതികളിൽ, അത് മാത്രമല്ല ഈ പ്രപഞ്ചത്തിന്റെ കാലാവസ്ഥ നിർണയിക്കുന്നതില്, ഋതുഭേദങ്ങൾ ഉണ്ടാക്കുന്നതില്, സീസൺസ് മാറി മാറി വരുന്നതില് ഒക്കെ തന്നെ വലിയ പങ്ക് വഹിക്കുന്ന ഒരു പ്രതിഭാസമാണ് കാറ്റ്. കാറ്റ് എന്നത് കേവലം വായുവിന്റെ ചലനം അല്ലെങ്കിൽ സഞ്ചാരം എന്ന ഒരു പരിമിതമായ അർത്ഥത്തിൽ അതിനെ മനസ്സിലാക്കി വെക്കാൻ അല്ലെങ്കിൽ അതിനെ പരിമിതപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ല. അത്രയും വ്യാപ്തിയുള്ള പല കാര്യങ്ങളുമാണ് കാറ്റ് എന്ന പ്രതിഭാസത്തിലൂടെ ഇവിടെ നിർവഹിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നത്. അപ്പൊ അതില് കാറ്റിനെ ആ വിധത്തില് ഇവിടെ പല ധർമ്മങ്ങളും നിർവഹിക്കുന്ന വിധത്തിൽ പ്രവർത്തനക്ഷമമാക്കിയിരിക്കുന്നു എന്നത് അത് യാദൃച്ഛികമായിട്ട് അങ്ങനെ ഉണ്ടായതാണ് എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അയാൾ അത്രയും യാഥാർത്ഥ്യം കാണാൻ സന്നദ്ധനല്ല എന്നൊരു കാര്യം മാത്രമേ അതിലൂടെ നമുക്ക് വെളിപ്പെട്ടു വരുള്ളൂ. അത്രയും വലിയ ധർമ്മം നിർവഹിക്കുന്ന, വളരെ കൃത്യമായ പദ്ധതികൾ ക്യാരി ഔട്ട് ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് ഈ കാറ്റിന്റെ കറക്കം എന്ന്. അതിലും ആയാത്തുൻ ലിഖൗമി യഅഖിലൂൻ, ചിന്താശേഷിയുള്ള, ബുദ്ധിയുള്ള, അഖ്ല് പ്രയോജനപ്പെടുത്തുന്ന
ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ കാറ്റ് എന്ന പ്രതിഭാസത്തിൽ അതിന്റെ കറക്കം, കാറ്റിന്റെ ചലനം, അതിന്റെ ഒരു പ്രത്യേക രീതിയിൽ ഉള്ള പ്രവർത്തനം, അതിലൊക്കെ തന്നെ വലിയ ദൃഷ്ടാന്തങ്ങൾ, ദൈവിക പ്രതിഭാസങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഈ കാര്യങ്ങള് ചൂണ്ടിക്കാണിച്ചിട്ട് അള്ളാഹു പറയുകയാണ്, തിൽക ആയാത്തുള്ള, ഇതൊക്കെയും അള്ളാഹുവിനെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരുന്ന പ്രതിഭാസങ്ങളാണ്. തിൽക ആയാത്തുള്ള, ഇവയൊക്കെയും ദൈവിക പ്രതിഭാസങ്ങളായ ദൃഷ്ടാന്തങ്ങളാണ്. ദൃഷ്ടാന്തങ്ങള്, ആയത്ത് എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന, അള്ളാഹുവിന്റെ അസ്തിത്വത്തെ കുറിച്ച് കൃത്യമായ ധാരണ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ സഹായിക്കുന്ന പ്രതിഭാസങ്ങളാണ് ഇതൊക്കെയും തന്നെ. നെത്ലൂഹ അലൈക്ക, ഇവ നാം നിനക്ക് വിവരിച്ചു തരികയാണ്, അല്ലെങ്കിൽ ഓതി കേൾപ്പിക്കുകയാണ്. നെത്ലൂഹ, അതിന് തിലാവത്ത് എന്ന വാക്ക് നമുക്ക് പരിചയമുള്ളതാണല്ലോ, പാരായണം ചെയ്തുകൊണ്ട് അതിനെ പിന്തുടരുക എന്നതാണ്. അപ്പൊ നാം നിനക്കായിട്ട് വിവരിച്ചു തരുന്ന അല്ലെങ്കിൽ പാരായണം ചെയ്ത് കേൾപ്പിക്കുന്ന ആയാത്തുകളാണിത്. ഈ പ്രപഞ്ചത്തിലുള്ള ആയാത്തുകള് നിനക്കായി വിവരിച്ചു തരികയാണ്. ഈ ദൈവികമായ വെളിപാടുകളുടെ രൂപത്തിലുള്ള ആയാത്തുകളും നിനക്കായിട്ട് നാം പാരായണം ചെയ്ത് കേൾപ്പിക്കുകയാണ്. നത്ലൂഹ അലൈക ബിൽ ഹഖ്, യഥാവിധമാണ് അത് വിവരിച്ചു തരുന്നത്. ഹക്കിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. അതിൽ പൊളിയായിട്ട് ബാത്തിലായിട്ട് യാതൊന്നുമില്ല. ഹക്കാണ് അതിന്റെ അടിത്തറ. അപ്പോ യഥാവിധം, ഏത് വിധത്തിലാണോ യഥാർത്ഥത്തിൽ ഇവയുള്ളത് ആ വിധത്തിലാണ് നാം നിനക്ക് ഇത് വിവരിച്ചു തരുന്നത്. ഫബി അയ്യി ഹദീസിൻ ബഅദല്ലാഹി വ ആയാതിഹി യുഅ്മിനൂൻ. അള്ളാഹു ഒരു ചോദ്യം ഉന്നയിക്കുകയാണ് അതിനുശേഷം. ഈ ആയാത്തുകളൊക്കെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ചോദിക്കുന്നത്, അള്ളാഹുവിനും അവന്റെ ഈ ദൃഷ്ടാന്തങ്ങൾക്കും ശേഷം അല്ലെങ്കിൽ അവർക്ക് പുറമെ പിന്നെ എന്ത് ദൃഷ്ടാന്തത്തിലാണ് ഇവര് വിശ്വസിക്കാൻ പോകുന്നത്? എന്ത് ഭാഷണത്തിലാണ് ഇവര് വിശ്വാസം ഉൾക്കൊള്ളാൻ പോകുന്നത്? ഫബി അയ്യി ഹദീസിൻ, ഇവിടെ ഒരു ഹദീസാണ് കേൾപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ഒരു ദൈവിക ഭാഷണമാണ് കേൾപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിന്റെ തുടക്കത്തിൽ നമ്മൾ 6-ാമത്തെ ആയത്തിൽ കാണുകയുണ്ടായിട്ടുണ്ട്, ലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനു ബിഹാദൽ ഹദീസി അസഫ എന്ന്. അവിടെ ഈ ഹദീസ് ജനങ്ങൾ പിൻപറ്റാൻ സന്നദ്ധരാവാതിരിക്കുന്നതിന്റെ പേരിൽ താങ്കൾ മനം നൊന്ത് സ്വയം നശിപ്പിക്കുന്നവനായേക്കും എന്ന് പറയുകയാണല്ലോ. അവിടെ വിശുദ്ധ ഖുർആനെ പരാമർശിക്കുന്നത് ഹദീസ് എന്ന വിധത്തിലാണ്, ഭാഷണം എന്നാണ് അതിന്റെ അർത്ഥം. വിശുദ്ധ ഖുർആന്റെ രചനാ രൂപമാണ് ഭാഷണം എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏത് രൂപത്തിലാണ് വിശുദ്ധ ഖുർആൻ രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ളത്? അതൊരു നാടക രൂപത്തിലാണോ, ഒരു പദ്യ രൂപത്തിലാണോ, ഒരു ലേഖന രൂപത്തിലാണോ, ഒരു ഉപന്യാസ രൂപത്തിലാണോ, ഒരു കഥയാണോ, ആത്മകഥയാണോ, ജീവചരിത്രമാണോ, ചരിത്രാഖ്യായികയാണോ, എന്താണിത് എന്നൊരു ചോദ്യം ഉന്നയിക്കുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള ഒറ്റവാക്കിലുള്ള ഉത്തരം അതൊരു ഹദീസാണ് എന്നതാണ്, അതൊരു ഭാഷണമാണ്. അപ്പൊ ഈ ഭാഷണം അള്ളാഹു ഇവിടെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അള്ളാഹുവിനെയും അവന്റെ ആയാത്തുകളായിട്ട് കേൾപ്പിക്കപ്പെടുന്ന ഈ ഭാഷണത്തിനും പുറമെ എന്ത് ഭാഷണമാണ് കാര്യങ്ങൾ ബോധ്യപ്പെടാൻ വേണ്ടി ഇവർ കാത്തിരിക്കുന്നത് എന്നാണ് അള്ളാഹു ചോദിക്കുന്ന കാര്യം. ഫബി അയ്യി ഹദീസിൻ, പിന്നെ വേറെ എന്ത് ഭാഷണമാണ്, ബഅദല്ലാഹി വ ആയാതി, അള്ളാഹുവിനും അവന്റെ ഈ ആയാത്തുകൾക്കും പുറമെ, അള്ളാഹു ഈ ആയാത്തുകളെ മുൻനിർത്തിക്കൊണ്ട് നമ്മളോട് സംസാരിച്ച കാര്യങ്ങളുണ്ടല്ലോ, ഇവയ്ക്ക് പുറമെ ഈ കാര്യങ്ങളെ സ്വീകരിക്കാൻ കൂട്ടാക്കാത്ത ആളുകൾ, അതിനേക്കാൾ അവർക്ക് തൃപ്തി നൽകുന്ന മറ്റെന്ത് ഭാഷണമാണ് അവർക്ക് ഏതെങ്കിലും കാര്യത്തിൽ വിശ്വാസം ഉണ്ടാകുന്നതിനായിട്ട് അവർ കാത്തിരിക്കുന്നത്? അവർക്ക് എന്താണുള്ളത്? അള്ളാഹു ഇവിടെ സ്വന്തം നിലക്ക് അവന്റെ ദൃഷ്ടാന്തങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഒരു ഭാഷണം നിർവഹിച്ചിരിക്കുകയാണ്. ഈ ഭാഷണത്തിന് പുറമെ, അള്ളാഹുവിനും അവന്റെ ദൃഷ്ടാന്തങ്ങളെ പരാമർശിക്കുന്ന ഈ ഭാഷണത്തിനും പുറമെ കാര്യങ്ങളിൽ കൃത്യമായ ധാരണയും ദാർഢ്യതയും ബോധ്യവും ഒക്കെ ഉണ്ടാകുന്നതിനായി ഇവര് വേറെ എന്ത് ഹദീസാണ്, വേറെ എന്ത് ഭാഷണമാണ് അവർക്ക്
പ്രതീക്ഷിക്കാനുള്ളത് എന്നാണ് അള്ളാഹു ഇവിടെ ഉന്നയിക്കുന്ന ഒരു ചോദ്യം. അപ്പോ ഞാൻ ആമുഖ ഭാഷണത്തിലായിട്ട് ഇന്നലെ വിശദീകരിച്ച ഈ സൂറത്തിന്റെ തുടക്കത്തിലുള്ള കാര്യങ്ങളുണ്ട്. അള്ളാഹുവിന്റെ ഏകത്വത്തെ ബോധ്യപ്പെടാൻ പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മനുഷ്യനിൽ അള്ളാഹു ചിന്ത ഉണർത്തുന്നത് ഈ ആയത്തുകളിലായിട്ട്. ചില ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ചില പ്രതിഭാസങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടൊക്കെ അള്ളാഹുവിന്റെ ഏകത്വത്തെ ബോധ്യപ്പെടുത്തുകയാണ് ഈ ആയത്തുകളിലായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.